അമ്മായിയമ്മ കാറ്റഗറി അങ്ങനെയാ. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല കേട്ടോ. അവര് നോക്കുമ്പോ അവരുടെ അത്രയും പെർഫെക്റ്റ് അല്ല നമ്മളെ. എന്റെ സങ്കല്പത്തില് മമ്മി ഇങ്ങനെ കൊച്ചിനെ നോക്കി അടുക്കളപ്പണിയും ചെയ്യുന്ന എന്റെ അമ്മായിയമ്മയും ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ്. ഹായ്, ഐ ആം ദിവ്യ ബിന്ദു. മമ്മിക്കുട്ടി കുട്ടിയില്ല. മമ്മിയുടെ ഡിഷ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്നാ അമ്മി? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്നവരുണ്ടല്ലോ. ഇത് മുരിങ്ങാലത്തോരൻ, ഇത് മീൻകറി, ഇത് വെണ്ടയ്ക്ക. ഞാൻ മീൻകറി എടുത്തില്ല കേട്ടോ. ഞാൻ വെണ്ടയ്ക്കയും മുരിങ്ങയിലെ മാത്രം എടുത്തുള്ളൂ. ഇനിയുണ്ടോ? ഇത് 2 ആഴ്ച പഴക്കമുള്ള പാവയ്ക്ക തോരൻ, 4 ദിവസം പഴക്കമുള്ള പയർ മെഴുകുരുട്ടി. 2 ദിവസമേ ഉള്ളൂ. പിന്നെ വേണ്ട, അവിടെ ഇരിക്കുക. മിനിഞ്ഞാന്നത്തെ മാമ്പഴ പുളിശ്ശേരി. ഇതെല്ലാം കൂട്ടി അങ്ങ് അടിക്കുക. റാണി ആന്റി മാങ്ങാപ്പഴം തന്നാ. ആണോ? ഇന്നലെ വെച്ചോ ഇത്? ശരിയാ. എല്ലാ ദിവസവും മാമ്പഴക്കറി ആയതുകൊണ്ടേ നല്ല ടേസ്റ്റാ. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. മാങ്ങാപ്പഴം, റാണി ആന്റിയുടെ മാങ്ങാപ്പഴം നല്ല നല്ല പുളിയും മധുരം കൊണ്ട് കറി വെച്ചാൽ നല്ല രുചിയാ. ഇതാണോ മമ്മി നമ്മുടെ ഇന്നത്തെ ഡയറ്റ്? ചോറ് ഇച്ചിരി എടുത്തിട്ടുള്ളൂ. ഞാനേ എന്റെ സങ്കല്പത്തില് മമ്മി ഇങ്ങനെ കൊച്ചിനെ നോക്കി അടുക്കളപ്പണിയും ചെയ്യുന്ന എന്റെ അമ്മായിയമ്മയും ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടോ എല്ലാരും വിചാരിക്കും കേട്ടോ, നമ്മുടെ മമ്മി അടുക്കളപ്പണിയും ചെയ്ത് കൊച്ചിനെ നോക്കുകയാണെന്നൊക്കെ. ഞാനും കൂടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേ? അല്ല, ഇവിടെ കമന്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട് ഞാൻ ചുമ്മാതെ ഇരുന്ന് അങ്ങനെ ഞം 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 ആണെന്ന്. ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല. അങ്ങനെയാണോ മമ്മി? ഉത്തരവാദിത്വം ആയിട്ടില്ലേ? ഇനി എന്തോന്ന് ഉത്തരവാദിത്വം ആവാനായിട്ട്? അത് മമ്മിക്ക് അങ്ങനെ തോന്നണോ? ഇല്ലേ? അപ്പൊ മമ്മി ഒരു മാസം ഒരു കലം ചോറ് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു ചോറെടുത്തുകൊണ്ട് വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ വെക്കണം ഞാൻ നേരം വിളിച്ച് വന്നു കഴിഞ്ഞപ്പോ ഇരിക്കുവാണ് കഞ്ഞിക്കലത്തിന്റെ മുകളില്. അത് പിന്നെ മമ്മി നമ്മൾ ഇടയ്ക്കൊക്കെ മനുഷ്യനല്ലേ, മറന്നുപോലേ. അതുണ്ടല്ലോ, ചോറുണ്ട്, പാത്രം കഴിയും, അടുക്കളയിൽ നിന്ന് പോകുമ്പോൾ തിരിഞ്ഞു നോക്കാം എന്തൊക്കെ സാധനം ഇരിപ്പുണ്ടെന്നാ. അതാ ഓക്കെ. എനിക്ക് അതുകൊണ്ട് മമ്മി പറയുന്നത് എനിക്ക് ഉത്തരവാദിത്വം ആയില്ലെന്ന്. അപ്പൊ ഞാൻ പറയുന്നു, വർഷത്തിന് 365 ദിവസം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൽ 300 ദിവസവും മമ്മിയുടെ പാല് തിളച്ചായിരിക്കും. ഇല്ല, ഉണ്ട്. ഡാഡിയെ കൊണ്ട് പറയിക്കണോ? അപ്പൊ മമ്മിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല. ഓടി മോളെ എന്നൊക്കെ. എന്റെ പൊന്നേ മതി. പിന്നെ അടുക്കളയിൽ ഇനിയും പഠിക്കാനുണ്ടോ? എനിക്ക് ചക്കപ്പുഴക്ക് പിന്നെ എന്താ അങ്ങനെയുള്ള എല്ലും കപ്പയൊന്നും ശരിയാ, എനിക്ക് അത്ര പെർഫെക്റ്റ് അല്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുമല്ലോ. ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കി പാത്രമെല്ലാം കഴുകി, അങ്ങനെയാ അടുക്കളയിലെ പണി എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ പിറ്റേദിവസത്തേക്കുള്ള പ്ലാനിങ് വേണം. രാവിലെ എന്ത് കഴിക്കും, ഉച്ചയ്ക്ക് എന്ത് കറിയൊക്കെ ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മമ്മിയോട് ഞാൻ പറഞ്ഞല്ലേ, അമ്മി നമുക്ക് നാളെ പയറ് വെക്കാം, ഇത് വെക്കാം, അത് വെക്കാം. പയറൊക്കെ ഇന്നലെ ഞാൻ വെച്ചല്ലോ. ആലോചിക്കുവാണേ, നമ്മൾ അമ്മായിയമ്മമാരുണ്ടല്ലോ, അമ്മായിയമ്മ കാറ്റഗറി അങ്ങനെയാ. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല കേട്ടോ. അവര് നോക്കുമ്പോ അവരുടെ അത്രയും പെർഫെക്റ്റ് അല്ല നമ്മളെ. മക്കള് എവിടെയെങ്കിലും വന്ന് അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി ചെന്ന് പോകും കേട്ടോ. അത്രയെങ്കിലും ഒക്കെ തോണ്ടുന്നില്ലേ കാര്യമല്ലേ? പോരല്ലോ. അപ്പൊ ഈ അമ്മായിയമ്മമാര്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ, പൊതുവെ ഈ അമ്മായിയമ്മമാര് നമ്മൾ എന്നാ കിടന്ന് ചെയ്തു കഴിഞ്ഞാലും ഇവർ തൃപ്തിയാവുന്ന വിചാരിച്ച് ചെയ്യുകേ വേണ്ട. പിന്നെ ഇവരുടെ അടുത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ഏതാണ്ടൊക്കെ പെറുക്കി. ഇന്നും കൂടെ ഞാൻ രാവിലെ തൊട്ട് ഇവിടെ അനങ്ങാതിരുന്നിട്ടില്ല ഓരോ പരിപാടിയായിട്ട്. എന്നിട്ട് എന്നോട് പറയാം ഞാൻ പണിയെടുക്കില്ല. നീ എന്ത് ചെയ്യുമെന്നോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ, അങ്ങനെ തന്നെയാ പറഞ്ഞേ. 100% ഒരു കുടുംബിനിയായിട്ടില്ല. 100% കുടുംബിനി ആവണേ. എനിക്കൊരു 5-6 പിള്ളേരും കൂടെ വേണമെന്നാണ് അമ്മ പറയുന്നത്. പിന്നല്ലാണ്ട് ആ പുതിയ 50-60% ഒക്കെ ആകാൻ മേലെ. 50-60% എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തേത്, വൈകിട്ടത്തേത്. അമ്മയുടെ തല കിടന്ന് പുകയുമല്ലോ. പിന്നെ മമ്മിയാണോ അതോ ഞാനാണോ ഇവിടുത്തെ അടുക്കള റാണിയും? റാണിപ്പട്ടം ആർക്കാ? റാണിപ്പട്ടം ഒക്കെ തോന്നി പറയണതായിരിക്കും.
അടുക്കളയിൽ മാത്രം റാണി ഞാനല്ലേ, ബാക്കി എല്ലായിടത്തും പ്രാണി മമ്മി. ഒന്നുമില്ല, എന്താ റാണിപ്പെട്ടെടുത്തോ, നീ എന്നെ വെറുതെ വിട്ടേരെ. ഓഹോ, എന്നെ സ്വതന്ത്രയാക്കിയേരെ. എന്തേ അപ്പ മമ്മി ആവശ്യമില്ലാതെ എന്താ പറയാ, അതിടരുത് ഇതിടരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പറയരുത്. അത് പറ്റുമോ? അതും പറ്റത്തില്ല. ഇപ്പൊ ഈ ഫൈറ്റ് ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? ഞാനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മമ്മിക്ക് ഒരു ചാൻസ് കിട്ടാണ്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. ഇനി മമ്മിയുടേതായ ടൂറുകള്, യാത്രകള്, കൂട്ടുകാര് അങ്ങനെയൊക്കെ മമ്മിന് ഈ വയസ്സായ കാലത്ത് മമ്മി കൂട്ടുവിടാൻ പോകുന്നു. ഇനി അധികം കാലം ഉണ്ടോ? ഇനി എങ്ങനെ പോയി കഴിഞ്ഞാൽ മമ്മി വരുന്നു 50 വർഷം സുഖമായിട്ട്. അയ്യോ, നിങ്ങളുടെ കൂടെ എനിക്കും വേണ്ട. അപ്പൊ ഒരു 110 വയസ്സൊക്കെ ആയിട്ട് മമ്മി അതിനെ പറ്റി ചിന്തിച്ചാ മതി. മമ്മിക്ക് എത്ര 61. മോളെ കാലത്തെ കപ്പ ഒഴിഞ്ഞ് തിന്നതാ. അപ്പൊ ഞാൻ അവിടെ തീർന്നു. എനിക്ക് എന്നാ ഒരു ചങ്കിനകത്ത് വിഷമവും. മമ്മി ആളറിഞ്ഞ് വയററിഞ്ഞ് കഴിക്കണം, അല്ലാതെ കപ്പ പുഴുങ്ങിയത് ഇഷ്ടമാ ഒത്തിരി നാള് കൂടി ഉണ്ടാക്കിയതെന്നും പറഞ്ഞ് വലിച്ചു മാറി തിന്നരുത്. വലിച്ചു വരി നിന്നില്ല കാര്യം. ഇല്ല, 2 പ്രാവശ്യം എടുത്ത് തിന്നു. നല്ല രുചിയായിരുന്നു കപ്പയ്ക്ക്. 2 പ്ലേറ്റ് കപ്പ തിന്നു. പിന്നെ എങ്ങനെയാ? പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ പൊന്നെ എന്റെ ചങ്ക് പൊട്ടി പോവാണോ, തളർച്ചേനെ ഉറങ്ങിപ്പോയി. കൊച്ചിനെ നോക്കിയിരുന്നതാ. ഞാൻ നോക്കിയപ്പോ കൊച്ച് അവിടെ നിന്ന് കളിക്കുന്നു, വല്യമ്മ അവിടെ കൂർക്കം മകളോട് പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ക്ഷീണം തോന്നുന്നുണ്ട്, കൊച്ചിനെ ഇടയ്ക്ക് നോക്കിക്കോണം, ഞാൻ ചിലപ്പോ ഉറങ്ങി പോകുന്നു. ഞാൻ നോക്കിയപ്പോ ഒരാള് കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ക്ഷീണമായി പോയി. കപ്പയുടെ കട്ട് വേനലില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ കപ്പയ്ക്ക് രുചി ആയതുകൊണ്ടങ്ങ് കഴിച്ചു. ഞാൻ നന്നായി കിട്ടുപോയി.